ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാധാരണ നബിയല്ല, സാധാരണ നബിക്ക് നബിദിനമുണ്ടെന്ന് ഖുർആൻ. സാധാരണ നിങ്ങൾ എന്റെ മുഖത്തോട്ട് വെക്കരുത്, ഞാനത് സമയമില്ല. നബിദിനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഘോഷയാത്ര പോയിട്ടുള്ളത് കിതാബിൽ അടുത്ത ദിവസം കണ്ടു. എവിടെ? മദീനയിൽ ചെന്ന് കയറിയത് റബീഉൽ അവ്വൽ 12 തിങ്കള്. തൊബറാനിയുടെ മുഅ്ജമുൽ ഹദീസ് ഇപ്പോഴും കറുത്ത മഷിയിലുണ്ട്, വെളുത്ത കടലാസിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധ മദീന പ്രവേശം. സീറത്തുൻ നബവി എടുത്ത് നോക്ക്. മദീന അതിർത്തിയിൽ തലേരാത്രി എത്തിയിട്ട് പിറ്റേ പകലിൽ ആനയിച്ചു കൊണ്ടുപോവാൻ ആളെ പറഞ്ഞയച്ചു. മദീനക്കാരിങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇർക്കബോ, രണ്ടുപേരും വണ്ടിയെ കയറിക്കോ, വാഹനത്തിൽ കയറിക്കോ, മുതാഇനി, ഞങ്ങള് പിന്നിലുണ്ട്. എന്നല്ലേ മഫ്ഊലിന്റെ അർത്ഥം പറയാ? നിങ്ങൾ മുന്നില്, ഞങ്ങള് പിന്നിലുണ്ട്. അതിർത്തിയിൽ നിന്നും മദീനയുടെ അറ്റം വരെ അവര് നടന്നു. അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. ഔദ്യോഗിക പരേഡിൽ നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട അതിഥി വരുമ്പോ, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ വരുമ്പോൾ പട്ടാളക്കാര് ആയുധം വെച്ച് പരേഡ് എടുത്തും. നമ്മുടെ രാജ്യത്ത് ആയുധം വെച്ച് പരേഡ് എടുത്തല് സാധാരണക്കാർക്ക് അനുവാദമല്ല. ഇങ്ങനത്തെ ഘോഷയാത്ര പോയെന്ന് സീറത്തുൻ നബവി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഏതാ ദിവസം? തൊബറാനിയുടെ മുഅ്ജമിലുണ്ട്. റബീഉൽ അവ്വൽ 12 തിങ്കൾ. അന്ന് എല്ലാരും ദഫടിച്ചു, ദഫ് കിട്ടിയവരൊക്കെ അടിച്ചു. മഹ്ദിയായ ഒരു ഉമ്മ വന്നുകൊണ്ട് മുഹമ്മദ് നബിയോട് പരാതി പറയുന്നുണ്ട്. ഉമ്മ വന്നിട്ട് പറയാണ്, മോനെ മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് ഞാൻ ദഫടിക്കാൻ വേണ്ടി നേർച്ചയാക്കി, പക്ഷെ അന്ന് എനിക്ക് കഴിഞ്ഞില്ല, രോഗമായിരുന്നു. അള്ളാന്റെ ഹബീബ് അവരോട് പറഞ്ഞത്, നബി വന്ന അന്ന് നബി ദിനം റബീഉൽ അവ്വൽ 12 തിങ്കള്. അന്ന് ദഫടിക്കാൻ നേർച്ചയാക്കിയ ഉമ്മ രോഗം കൊണ്ട് ആ നേർച്ച പൂർത്തിയാക്കാത്തതിന്റെ സങ്കടം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഖളാ വീട്ടേണ്ടതുണ്ട്. ഔഫീ നദറകി സയ്യിദുനാ റസൂലുള്ളാഹി. തുഹ്ഫയിലുണ്ട് ഈ സംഭവം. തുഹ്ഫ പറയുന്നുണ്ട്, ഈ സംഭവം പറയുന്നുണ്ട്. അവരാ നേർച്ച പൂർത്തിയാക്കിയതാ. റബീഉൽ അവ്വൽ 12 ദിവസം നമുക്ക്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 30ഉം റബീഉൽ അവ്വൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഖളാ വിട്ടാണ്. അതല്ല ഒരു പ്രവാചക സ്നേഹി ചിന്തിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അത് റമദാനിലാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ ചെല്ലുമ്പോ പിന്നെ അത് പറയണ്ടല്ലോ, റമദാനിലാണെന്നൊരു അഭിപ്രായം ഉണ്ടാവും. റസൂലുള്ളാഹിയുടെ ജന്മദിനം 4 തരത്തിലാ. കൊല്ലത്തിൽ അതേ വർഷം, അതേ മാസം, അതേ ഡേ, അതേ ഡേറ്റ്. ഡേ കിട്ടിയില്ലെങ്കിൽ ഡേറ്റ് കിട്ടും. റബീഉൽ അവ്വൽ 12 എല്ലാ കൊല്ലവും, കൊല്ലത്തിലൊരിക്കൽ. മാസത്തിൽ പിടിക്കാം, എല്ലാം 12ാമത്തെ ദിവസം മാസത്തിൽ നബിദിനം. ആഴ്ചയിൽ നബിദിനമുണ്ട്. ഏതാണ്? തിങ്കളാഴ്ച ദിവസം നോമ്പ് സുന്നത്താണ്. എന്താ കാരണം? നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമിൽ ഇത്നൈൻ ഫഖാല റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം പറയുന്നു, തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത്. എന്താ? ഫീഹി വുലിത്തു, അന്ന് ഞാൻ ജനിച്ച ദിവസം. ആഴ്ചയില് നബിദിനം. ആഴ്ചയിലെ നബിദിനത്തിന്റെ ആനുകൂല്യത്തിനാണ് അബൂലഹബിന് നരകത്തിന്റെ അകത്ത് അള്ളാഹു ആശ്വാസം കൊടുത്തത്. സ്വഹീഹുൽ ബുഖാരി. ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്, 2 വിരലിന്റെ ഇടയിന്ന് വെള്ളം വലിച്ചു കുടിക്കുക അല്ല തിങ്കളാഴ്ച മൂപ്പർക്ക് ഈ വാട്ടർ ബോട്ടിൽ കിട്ടാം. ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി കയ്യിലുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. അബൂലഹബിനെ വലിയ കൂട്ടായിരുന്നു. എന്തപ്പ അവിടുത്തെ ഹാല്? അയാൾ പറഞ്ഞു, വലിയ അടങ്ങേറ, നരകത്തിലാണല്ലോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഖുർആൻ അയാളെ അമ്മാതിരി ആക്ഷേപിച്ചിട്ടും നരകത്തിൽ കാഫിറായ ആൾക്ക് പോലും മുത്തുനബിയുടെ ജനനത്തിൽ സന്തോഷിച്ചതിന്റെ ആനുകൂല്യം കുടിക്കാൻ തിങ്കളാഴ്ച വെള്ളമുണ്ട്. നബി ദിനം തിങ്കളാഴ്ച ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് വേണം. തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത. അന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന ദിവസ മുഹമ്മദ് മുസ്തഫ. എല്ലാം കൂടി പറഞ്ഞാൽ തീരൂല.
ഇനി ദിവസവും നബി ദിനമുണ്ട്. നബി നമ്മുടെ ജീവിതത്തിലെ വാക്ക്, പ്രവൃത്തി, ചിന്തയിലൊക്കെ ഉണ്ടായിക്കോട്ടെ നബി ദിന. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ആർക്കാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ അനുവാദമുള്ളത്? എല്ലാവർക്കും ഉണ്ടോ? റമദാൻ 30 നോമ്പും കബൂലായി തറാവീഹ് നിസ്കരിച്ചവനാ ചെറിയ പെരുന്നാളുള്ളത്. ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളുടെ ഗുനിയ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും പെരുന്നാളാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം ഞങ്ങൾ എല്ലാ ദിവസവും അല്ലാഹുവിനെ വഴിപ്പെടുന്നവരാ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും പെരുന്നാളാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിന് സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞവനോട് പറയട്ടെ, സാധാരണ നബി പോലുമല്ല. സാധാരണ നബിക്ക് നബിദിനുണ്ട്. അത് ഖുർആനിൽ 2 ആയത്തിൽ കാണാം. സാധാരണ നബിക്ക് നബിദിനമുണ്ടെന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. മഹാനായ യഹ്യാ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, മഹാനവറുകൾ ജനിച്ച ആ ദിവസം അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. സലാം, അള്ളാന്റെ ആശീർവാദം ഒരു പ്രവാചകന്റെ ജനനദിനത്തെ കുറിച്ച് പറഞ്ഞോടത്ത് ഇതുപോലെ തന്നെ മഹാനായ മറ്റൊരു പ്രവാചകനെയും പറഞ്ഞു. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച നേരത്ത് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിന്റെ വാക്കുകളായി ഖുർആന്റെ ആയത്തായി. ആ ജനനദിനത്തിനും പ്രത്യേകതയുണ്ട്. ഒരു മഹാന്റെ ജനനദിനത്തെ പോലെ തന്നെ മരണദിനത്തിനും പ്രത്യേകതയുണ്ട്. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ ഉബ്അസു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ഈസാ നബിയുടെ ജനിച്ച ദിവസത്തിലും മഹാൻ ഇനി മരിക്കേണ്ട ദിവസത്തിലും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. ഇത് ഖുർആനാ. സാധാരണ നബി, സാധാരണ നബിമാർക്ക് പോലും ജനനദിനം, മരണദിനം. അപ്പൊ പറയും റസൂലുള്ളാഹി ഇന്നലെ കണ്ട് യൂട്യൂബിൽ ഒരു മൊയ്ലാര് പറയുന്നുണ്ട്, എങ്ങനെ റബീഉൽ അവ്വലിൽ മരണ ദിവസം സന്തോഷിക്കാനാവും? എടോ, ഇസ്ലാമിന്റെ തത്വസംഹിതകളിൽ ഒരു മരണം കഴിഞ്ഞാൽ 3 ദിവസത്തിനപ്പുറത്തേക്ക് തഅസിയത്ത് ഹറാം. തഅസിയത്ത് 3 ദിവസം കഴിഞ്ഞാൽ പാടില്ല. റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ ഹബീബ് പോയത് എങ്കിൽ 3 ദിവസം കഴിഞ്ഞ് പിന്നെ തഅസിയത്ത് പാടില്ലാത്തതാ. അങ്ങനെ വരാണെങ്കിൽ പിന്നെ ആ പ്രവാചക സ്നേഹം അന്ന് ദുഃഖിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നതിനേക്കാളും നമ്മുടെ മുന്നിൽ പിന്നെ അടുത്ത വഴി ഏതാ? സ്നേഹ, സന്തോഷം. സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് മലയാളത്തിൽ പറയുന്നൊരു വാക്കാണ് ആഘോഷം. ആഘോഷത്തിന്റെ മലയാളം സന്തോഷം പ്രകടിപ്പിക്കുക. സന്തോഷകരമായ കാര്യങ്ങളെ ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന പുണ്യമാണെന്ന് ഖുർആനിലുണ്ട്. അള്ളാന്റെ ദിവസങ്ങളെ അങ്ങ് അവർക്ക് ഓർമ്മപ്പെടുത്തണമെന്ന് മൂസാ നബിയോട് പറയുന്നുണ്ട്. ഇസ്രായേലി സമൂഹത്തിന് അള്ളാന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞ ദിവസം ഫറോവയെ മുക്കിക്കൊന്ന് ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയ ദിവസം, അത് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു. ഓർമ്മിപ്പിച്ചോടുത്ത് അവരത് സന്തോഷം കൊണ്ട് പ്രകടിപ്പിച്ചു, നോമ്പെടുത്തു. അത് മുത്തുനബി മദീനത്ത് വെച്ച് കണ്ടു. മുഹറം 10-നായിരുന്നു ആ ദിവസം അവർ സന്തോഷിച്ചത്. മുത്തുനബി ജനിച്ച ദിവസം ആഴ്ചയിൽ തിങ്കൾ, അന്ന് നോമ്പെടുക്കൽ. നിങ്ങൾ ഈ കഷായം കുടിച്ച മാതിരി ഇരിക്കില്ലേ? അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ വലിയ ചർച്ചയിലൂടെ പോകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത. വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞത് എന്താ? ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. വെള്ളിയാഴ്ച ഏറ്റവും ഉത്കൃഷ്ട ദിവസമാണ്. എന്താ അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത? ഫീഹി ഖുലിഖ ആദം. അന്ന് ആദം നബി ജനിച്ച ദിവസം. സാധാരണ നബിമാർക്ക് പോലും ജനനദിനമുണ്ട്. എന്നാൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സാധാരണ നബിയല്ല. സാധാരണ നബിയല്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. സ്വർഗത്തിന്റെ ആ ജന്നമരത്തിന്റെ ശിഖരമാണ്. 10 മുഴം നീളമാണ്. 2 ഇതള് പൊട്ടിയിട്ടുണ്ട്. രാത്രിയായാൽ തീപ്പന്തം കത്തുന്ന പോലെ മൂസാ നബിയുടെ കയ്യിലുള്ളപ്പോ അത് വെളിച്ചമായിരുന്നു. അമൂല്യമായ വടി ആദം നബി സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നതാ. ഇമാം സാവി രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഹദീദിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം തുർമുദി രേഖപ്പെടുത്തുന്നുണ്ട്.
ആ വടി മൂസാ നബി കയ്യിലേക്ക് എന്തുമ്പോൾ അത് മഹാനവറുകളുടെ അൽ മുഅ്ജിസത്തുൽ കുബ്രയായി. അമൂല്യമായ വടി കൊണ്ട് ഒരു മനുഷ്യ ശിരസിന്റെ വലിപ്പമുള്ള കല്ലിലടിച്ചപ്പോ 12 പുഴ വന്നു. وَإِذِ اسْتَسْقَىٰ مُوسَىٰ لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ. സൂറത്തുൽ ബഖറ. അവര് വെള്ളം ചോദിച്ചു. ഒരു മനുഷ്യ ശിരസിന്റെ വലിപ്പമുള്ള കല്ല്, ആ കല്ലിൽ അമൂല്യമായ വടി കൊണ്ട് അടിച്ചപ്പോ ആ കല്ല് പിളർന്ന് 12 പുഴ. ആ വെള്ളത്തെ കുറിച്ച് പിന്നീട് ചർച്ചയില്ല. ഇവിടെ ഒരു കല്ല് വേണ്ടി വന്നു, ഇവിടെ അമൂല്യമായ വടി വേണ്ടി വന്നു, പിന്നീട് വന്ന വെള്ളത്തെ കുറിച്ച് ചർച്ചയില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾ വെള്ളം ചോദിച്ചു. ഓപ്പറേറ്റർ പോയാ? ഹബീബായ നബിയോട് സ്വഹാബികൾ വെള്ളം ചോദിച്ചു. ആ സമയം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളത്തിന് വേണ്ടി വിരലുകൾക്കിടയിൽ നിന്നും ഉറവ പൊട്ടുന്ന അത്ഭുതമേ, അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി സുബാഇൻ നബിയിൽ മുത്തബഅ ويليه ماء زمزم والكوثر ونيل مصر ثم باقي الأنهر صلى الله. ത്വഹാറത്തിന്റെ ബാബിൽ മഹാനായ ഇമാം ഖൽയൂബി രേഖപ്പെടുത്തുന്നു, മഹാനായ ഇമാം സയ്യിദുൽ ബക്രി ഇആനത്തിൽ രേഖപ്പെടുത്തുന്നു, ലോകത്ത് അള്ള പടച്ച വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം വിരലിന്റെ ഇടയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ വമിനൽ നസീരി സഖാവതുഅമ ജൈസഹു حتى كتفوا ويسيره لم ينفذي يا ربي محمدي മുൻസിൽ ഖലായിഖ മിൻ ജഹന്നമ ഫീ ഗദി. ഈ സംഭവങ്ങളൊക്കെയാണ് ആ ബൈത്തുകൾ പറയുന്നത്. അല്ലാഹു പടച്ച വെള്ളത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയിൽ ഒന്നാമത് നിൽക്കുന്ന വെള്ളം ഈ വിരലിന്റെ ഇടയിൽ നിന്ന് വന്ന വെള്ളമാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളം അത് സംസമാണ്. മറ്റൊരു പ്രവാചകന്റെ പാദം കൊണ്ട വെള്ളമാണ് സംസം. ബറക്കത്ത് തന്നെയാ മൂന്നാമത്തെ വെള്ളം ഹൗദുൽ കൗസറ. അത് വരാനിരിക്കുന്ന വെള്ള. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാം സ്ഥാനം അതിനാണ്. നാലാം സ്ഥാനം വെള്ളത്തിന്റെ ശ്രേഷ്ഠതയിൽ ആയിരക്കണക്കിന് നബിമാർ കുളിക്കുകയും വുളു എടുക്കുകയും ചെയ്ത ഈജിപ്തിലെ നൈൽ നദിയിലെ വെള്ളമാണ്. പിന്നെ മറ്റു നദികളിലെ വെള്ളമാണ്. മൂസാ നബിയുടെ വടി കൊണ്ട് അടിച്ച് പൊട്ടിച്ച കല്ലിൽ നിന്നും പുറത്തു വന്ന വെള്ളം ലോക ചരിത്രത്തിൽ ചർച്ചയില്ല. ഒരു സാധാരണ നബിയുടെ സംഭവം ചരിത്രമായിട്ട് മാറ്റപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ നിത്യവിസ്മയ. ഇതിങ്ങനെ എന്നും മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള അതേ വടി കൊണ്ട് തന്നെ കണ്ണിന്റെ മുന്നിലുള്ള തൊട്ടടുത്തുള്ള സമുദ്രത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ കടല് പിളർന്നില്ല. മൂസാ നബി അടിച്ചപ്പോൾ കടല് പിളർന്നില്ല. അല്ലാഹുവോട് ചോദിച്ചു, എന്ത് പറ്റി? ബിസ്മി ചൊല്ലി അടിച്ചിട്ടും കടല് പിളരാത്തോടത്ത് സ്വലാത്ത് മറന്നോ? ചൊല്ലണേ മൂസാ നബിയെ. മുത്ത് നബിയുടെ പേരിലുള്ള സ്വലാത്ത് സ്വലാത്തും കൂടി വന്നപ്പോൾ കടല് പിളർന്നു. മഹാന്മാർ രേഖപ്പെടുത്തുകയാം, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്തിലെ മഹ്ശറ കണ്ടപ്പോ, മഹ്ശറയെ കുറിച്ചുള്ള വർണ്ണന കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞു പോയി. മഹ്ശറയുടെ ദാഹത്തെ പേടിച്ചു. മഹ്ശറയിൽ ദാഹിക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചോടുത്ത് അല്ലാഹു കൊടുത്ത മറുപടി, ചൊല്ലിക്കോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്.
മൂസാ നബിക്ക് പോലും ദാഹത്തിന്റെ ശമനമായിരുന്നു. സഹനത്തിന്റെ സങ്കേതം, സമാധാനത്തിന്റെ സമവാക്യം, നീതിയുടെ നിറകുടം, മക്കയുടെ വരദാനം, മദീനയുടെ മന്ദമാരുതൻ, ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മൂസാ നബി തൊട്ടു മുന്നിലുള്ള കടല് പിളർത്താൻ അമൂല്യമായ വടി വേണ്ടി വന്നു. എന്നാൽ അങ്ങനെയല്ല, എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ചന്ദ്രന്റെ നേരെ അത് ഖുർആനിലുണ്ട്. ആ ചന്ദ്രൻ അന്ന് പിളർന്നു. ചേരമാൻ ചക്രവർത്തി അത് കണ്ടു. ഇഞ്ചിയുടെ അച്ചാറുമായി ചക്രവർത്തി കപ്പൽ കയറി. റവാഹുൽ ഹാക്കിം ഫീ മുസ്തദ്റകിഹി, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ ഹദീസ് കാണാം. മലിക്കുൽ ഹിന്ദ് ഇവിടെ നിന്ന് കപ്പല് കയറി, ഇഞ്ചിയുടെ അച്ചാറുമായി കയറി. അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ചന്ദ്രനെ പിളർത്തിയ കരങ്ങളുടെ ഉടമയെ, ഞാൻ കേരളത്തിന്റെ മണ്ണിൽ നിന്നും വരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. البدر شقى بأمره والشمس غربت له ردت بغير تردد. മൗലൂദിൽ പറഞ്ഞത് തന്നെയാണ്. ചന്ദ്രനെ പിളർത്തി, സൂര്യനെ പിടിച്ചു നിർത്തി. അലിയാര് തങ്ങൾ ഉറക്കം ഭംഗം വരാതെ അള്ളാന്റെ ഹബീബിനെ എഴുന്നേൽപ്പിക്കാതെ മടിത്തട്ട് മെത്ത പോലെ വെച്ചു കൊടുത്തോടുത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കണോ? അസ്ർ ഖളാ ആകുമോ? മഹാനായ അലി തങ്ങൾ ധർമ്മസങ്കടത്തിൽ കണ്ണുനീര് പൊഴിച്ചതിന്റെ ഒരു കണം കവിൾത്തടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വന്നു ചാടുമ്പോൾ ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു, അനുയായിയെ സമാശ്വസിപ്പിച്ചു. അസ്തമയാഖില സൂര്യന്റെ അരുണകിരണങ്ങളെ പിടിച്ചു നിർത്തി സയ്യിദുനാ റസൂലുള്ളാഹി. البدر شقى بأمره والشمس إذ غربت له ردت بغير تردد. സൂര്യനെ മടക്കി ബിഗൈരി തറദ്ദുദി, ആർക്കും അത് മടങ്ങിയതായി അനുഭവപ്പെട്ടതുമില്ല. സാധാരണ ടൈം അംറുൻ ഖാരിഖുൻ ബിദ്അവൻ നുബുവ ഫഹിയ മുഅ്ജിസ ഫഹുവ മുഅ്ജിസ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്. ഇങ്ങനെ അങ്ങ് തുടങ്ങിയ സാധാരണ നബി മൂസാ നബി അലൈഹിസ്സലാം, സാധാരണ നബി ഒന്നുമല്ല കേട്ടോ, ഉലുൽ അസ്മിൽപ്പെട്ട, കടലാ പിളർത്തിയത് അത് മുന്നീന്ന്, അതും സലാത്ത് പൊട്ടിക്കേണ്ട വന്നവിടെ. ഇന്ന് അകലെയുള്ള ചന്ദ്രനെ പിളർത്തി. അത് ഒരു ചരിത്രല്ല, നിത്യവിസ്മയമായി. ദിസ് ബുക്ക് go on exercise through all ages, a most potent influence. ഖിയാമത്ത് നാൾ വരെ അതിങ്ങനെ ചരിത്രമായി, ഒരു നിത്യവിസ്മയമായി ഖുർആൻ ഇങ്ങനെ കൊണ്ടുപോവാ. ചന്ദ്രൻ പിളർന്ന കഥ പറഞ്ഞത് ഖുർആന്റെ ആയത്താ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിലും അസാധാരണത്വമായിരുന്നു. ഇനി കാണാം ഇബ്രാഹിം നബിയുടെ അത്ഭുതങ്ങൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വകനാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖ്നിൻ. ഇബ്രാഹിം നബി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ, ഭൂമിയുടെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര രഹസ്യമായ കാര്യങ്ങളുണ്ടെങ്കിലും എടുത്ത് പറയാൻ കഴിയും. ഇവിടെ ഇരുന്നുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കിയാൽ അവിടുത്തെ വിസ്മയങ്ങളെ പറയാൻ കഴിയും. ആർക്ക്? ആസ്ട്രോണമിയും ജോഗ്രഫിയും വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന കാലഘട്ടത്തിൽ, ദുൽഖർനൈനിന്റെ കാലഘട്ടത്തിൽ, BC 2000 ഭൂമധ്യരേഖ കൊണ്ട് ഈ ഗോളത്തെ അളന്നു മുറിച്ച കാലഘട്ടത്തിൽ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ്, ദുൽഖർനൈൻ ഈ ഭൂമിയെ ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കി. ഒരു ചുവട് വെപ്പ് കൊണ്ട് ഇത് മുഴുവൻ കവർന്നെടുക്കാൻ വിധം അദ്ദേഹം ജോഗ്രഫിക്കലായും ആസ്ട്രോണമിക്കലായും മികച്ചു നിന്ന കാലഘട്ടത്തിന്റെ അതേ കാലഘട്ടത്തിന്റെ പ്രവാചകൻ അതിനപ്പുറമായിരുന്നു ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. ദുൽഖർനൈൻ ഇങ്ങനെ നടന്ന് പോയി.
ഭൂമിയിൽ നടക്കാൻ സൗകര്യം കൊടുത്തു എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് സൂറത്തുൽ കഹ്ഫ്. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ്. ദുൽഖർനൈൻ അല്ലാഹു ഭൂമിയിൽ സൗകര്യം കൊടുത്തു. സഞ്ചാരിയായിരുന്നു, ഭൂമിയുടെ അതിര് കടന്നു. ഇനി അതിനപ്പുറത്തേക്ക് കടക്കാനൊന്നുമില്ല. അപ്പോഴുണ്ട് അവിടെ ഒരു പർവ്വതം. ആ പർവ്വതത്തിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടതാ. ആ പർവ്വതത്തിന്റെ പേരാണ് ഖാഫുമല. ഖാഫുമല കണ്ട പൂങ്കാറ്റെ. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഖാഫ്. സൂറത്ത് ഖാഫ്. ദുൽഖർനൈൻ സഞ്ചരിച്ചു പോയി. ഈ ദുൽഖർനൈൻ അത്രയും വലിയ സഞ്ചാരിയ. അദ്ദേഹം ഭൂഗോളത്തെ അദ്ദേഹം പകുത്തു. ആ സഞ്ചാരിയുടെ കാലഘട്ടത്തിലെ പ്രവാചകൻ ആ വിഷയത്തിൽ ഏറ്റവും വലിയ മാഹിറ, ഏറ്റവും വലിയ കഴിവുള്ള ആളാ. ആ പ്രവാചകനാണ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. വകദാലിക നുരീ ഇബ്രാഹിം മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖ്നിൻ. ഇരുന്നു കൊണ്ട് ഭൂമിയുടെ രഹസ്യം അറിഞ്ഞു, ആകാശത്തിന്റെ രഹസ്യം അറിഞ്ഞു. അത് പേരക്കുട്ടി ചെയ്തിട്ടുണ്ട്. മുത്ത് നബിയല്ല, മുത്ത് നബിയുടെ പേരക്കുട്ടി മഹാനായ ശൈഖ് മുഹീദ്ദീൻ ഇരുന്നേ ഇരുപ്പീനേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. പേരക്കുട്ടി കണ്ടു. അത് ഹബീബായ നബി ഞങ്ങൾ അങ്ങനെയല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാന കൊണ്ട് ഖുർആൻ തുടങ്ങിയ ആയത്ത് അത്ഭുതത്തിന്റെ സിഗ. സുബ്ഹാന എന്ന പ്രയോഗം അത്ഭുതം കണ്ട മുത്തുനബിയെ. ചെറുപ്പളശ്ശേരിയിൽ ഒറ്റപ്പാലത്ത് നിന്നും ചെറുപ്പളശ്ശേരി റൂട്ടിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാം മനോഹരമായ നെൽപ്പാടങ്ങൾ. അറ്റത്തൊരു തോടുണ്ട്. തോടിന്റെ വക്കിൽ തുണി കഴുകാനുള്ള സൗകര്യമുണ്ട്. കണ്ണുനീര് കണങ്ങളെക്കാൾ മനോഹരമായ തെളിഞ്ഞ വെള്ളമുണ്ട് ആ തോട്ടിൽ. ആ വെള്ളത്തിന് കളകളാരവമുണ്ട്. കൊച്ചു മത്സ്യങ്ങൾ തത്തിക്കളിക്കുന്നുണ്ട്. പച്ചവിരിച്ച നെൽപ്പാടത്തിന്റെ മനോഹരമായ സീതയിൽ അതിൽ നിന്നും അടിച്ചു വീശുന്നതായ ആ തണുത്ത കാറ്റിൽ കാതിലേക്ക് അലയടിക്കുന്ന ഒരു സൗന്ദര്യത്തിന്റെ കേരളീയ ഭാവമുണ്ട്. ഞാൻ എന്റെ കാറിന്റെ ഗ്ലാസ് ഇറക്കിയതേയില്ല. എന്നാലും അവിടെ ഇരുന്നു കൊണ്ട് എസിയുടെ തണുപ്പ് പോവാതെ ഞാൻ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നു. ഞാനൊന്ന് പറയട്ടെ, അവിടെ തൊട്ടടുത്ത് പാടത്ത് കിളയ്ക്കുന്ന ഒരു കർഷകനുണ്ട്. അയാളെ എനിക്കൊരൽപ്പം കാണാം. അയാൾ അവിടെ നിന്നും ആ ചുട്ടിത്തോർത്തും തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന കുമ്പാളയുടെ ആ പാളയുടെ തൊപ്പിയും അയാളെ ചിത്രീകരിക്കുന്ന ഒരു മനോഹരമായ കർഷകന്റെ വേഷവും. എന്തൊരു മനോഹരമായ കാഴ്ച! അയാള് വന്നുകൊണ്ട് കളകളാരവമുള്ള തോട്ടിലെ തണുത്ത വെള്ളത്തിൽ കാലും കയ്യും ആയുധവും കഴുകുന്നു. അയാൾ ആ വെള്ളത്തെ അറിഞ്ഞതും കാറിന്റെ ഗ്ലാസ് താത്താതെ കാറിലിരുന്ന് ഞാൻ അറിഞ്ഞതും തമ്മിൽ മാറ്റമുണ്ട്. ഇബ്രാഹിം നബി ഇവിടെ ഇരുന്ന് അറിഞ്ഞതും കണ്ടതും പരിധിയുള്ളൂ. മുഹമ്മദ് നബിക്ക് പരിധിയില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. പറഞ്ഞാൽ തീരാത്ത ദൃഷ്ടാന്തങ്ങൾ കണ്ടിരുന്നു. ചേർത്ത് പിടിച്ചു അബുൽ ബസ്ർ ആദം അലൈഹിസ്സലാം. കണ്ടിട്ടില്ല, ആരും അതുപോലെ കണ്ടിട്ടില്ല. ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ വിശ്വസിക്കാൻ പറഞ്ഞത് മുഴുവൻ അവിടുന്ന് കണ്ടിട്ട് നമ്മോട് പറഞ്ഞതാ. അതൊരു നബിയും കണ്ടിട്ടില്ല. അള്ളാന്റെ ഹബീബ് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യമൊക്കെ അവിടുന്ന് കണ്ടിട്ടാ പോകുന്നത്. കാണാത്തൊന്നുമില്ല. സ്വർഗം കണ്ടു, കണ്ടു. സ്വർഗത്തിൽ കയറി. നരകം കണ്ടു, കണ്ടു. ആ നരകത്തിന്റെ എല്ലാ അനുഭവങ്ങളും പഠിപ്പിച്ചു. ഏതാ കാണാത്ത? ഒന്നും കാണാത്ത, എല്ലാം കണ്ടു. അങ്ങനെയുള്ള ആള് സാധാരണ നബിയല്ല. എല്ലാം കണ്ടു. അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയുമോ എന്ന ഒരു ചർച്ച.
അള്ളാഹുവിനെ കണ്ണുകൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല. അത് ഖുർആന്റെ ഒരു തിയറിയാ, ഖുർആൻ പറഞ്ഞതാ. കണ്ണുകൊണ്ട് കാണാൻ പറ്റോ ഇല്ലേ? സ്വഹീഹു അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ റഅ റബ്ബഹു ബിഫുആദിഹി ലാ ബിഐനിഹി. സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ ശറഉൽ ഖായിദിൽ പറഞ്ഞത് അങ്ങനെയാ. കണ്ണുകൊണ്ട് കാണാന്നുള്ള ഒരു സാധാരണ കാഴ്ചയാ. നമ്മളിവിടുന്ന് മൂന്നാർക്ക് പോയി, ഇവിടുന്ന് മുതൽ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ വന്നിട്ട് ഒരു 5 മണിക്കൂർ യാത്ര ചെയ്തതിന് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീർന്നു. കാരണം കണ്ണ് കണ്ടത് എടാ ഞാൻ മറന്നു വിട്ടോ, അന്നേരം അതും കൂടി കണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്ന് പറയേണ്ടി ഒരു കണ്ണ് കണ്ടത് മറന്നുപോകും. ഡയറക്റ്റ് കൽബ് അങ്ങോട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ കാണാന്നുള്ള കാഴ്ച അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അതാണ് ഹബീബായ നബി തങ്ങൾ കണ്ടത്. ആ കാഴ്ച കണ്ട നബിയെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന് വേണ്ടി പറയുന്ന പ്രയോഗം സമീഉം ബസീറും. മുത്ത് നബി സമീആണ്, എല്ലാം കേട്ടു വന്ന് എല്ലാം കണ്ടു. അല്ലാഹുവിന്റെ പ്രത്യേക ഖുദ്റത്താണത്, അവിടുത്തെ മുഅ്ജിസത്താണ്. ഈ ആയത്തിൽ പറഞ്ഞ സമീഉം ബസീറും മുത്ത് നബിയാ. ആ കണ്ടതൊന്നും വിട്ടുപോയിട്ടില്ല. അത് ഖൽബിന്റെ ഒരു വല്ലാത്ത ഗ്രാസ്പിംഗ് ഉണ്ട്, ഒരു ഇദ്റാഖ് ഉണ്ട്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാനെ കാണാൻ കഴിയൂട്ടോ, ഒരാൾക്കേ പറ്റൂ. ആ ഒരാള് ഞാനാ. എന്തുകൊണ്ട്? എന്നോടാണ് അള്ളാഹ് സംസാരിക്കുക, അതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് അള്ളാഹ് തന്ന പദവി കലീം, അള്ളാഹ് സംസാരിക്കുന്നവൻ. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ശറഹ് മുസ്ലിമിൽ ഇമാം നവവി രേഖപ്പെടുത്തുന്നുണ്ട്, മൂസാ നബി അള്ളാനെ കാണാൻ പോകുന്ന രംഗം ഒരു പൊട്ടത്തരല്ല. ഒരു നബി ഒരു ഇമ്പോസിബിൾ ആയ കാര്യം ചോദിക്കൂല അള്ളാഹുവോട്, അത് നടക്കുന്ന കാര്യമായതുകൊണ്ടാ ചോദിച്ചത്. മൂസാ നബി അള്ളാഹുവോട് പറഞ്ഞു, പടച്ചോനെ എനിക്ക് നിന്നൊന്ന് കാണണം. കാരണം സാധ്യത ഉണ്ട് കാണാൻ. കലീം എന്നോടത്തെത്തിയാൽ ഇനി അള്ളാഹനെ കാണാൻ ഒരു ചാൻസ് ഒരാൾക്കേ ഉള്ളൂ, അത് മൂസാ നബിക്കാവൂന്ന് ഓർത്തത്. എടുത്ത വഴി അള്ളാന്റെ മറുപടി ശക്തമായ പ്രഹരം, ഒരിക്കലും എന്നെ കാണാൻ പറ്റില്ല. വലാക്കിൻ, എന്നാലൊരു സാധ്യത കിടപ്പുന്നുണ്ട്, അത് ഒരാൾക്കേ ഉള്ളൂ. വലാക്കിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لا تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. സൂറത്തുൽ അഅറാഫിന്റെ 143. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മൂസാ നബിക്ക് അല്ലാഹനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ അംശം ഫലമ്മാ തജല്ലാ റബ്ബുഹു, ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ തജല്ലിയത്ത്, തജല്ല എന്ന് പറഞ്ഞാൽ നേരെ പ്രകാശമല്ല, ഒരു മങ്ങൽ പോലെ. കയറ്റം കയറി വരുന്ന ഒരു വാഹനം രാത്രിയിൽ അതിന്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ മുകളിലേക്ക് അടിക്കുമ്പോ ഒരു പ്രകാശം പോകുന്ന കാണുന്ന ആ ഒരു രൂപത്തിന് തജല്ല പറയാം. പഴയകാലത്ത് ഓടിട്ട വീടിന്റെ നടുവിൽ ഒരു ഹോള് വന്നാൽ അതിലൂടെ കോഴിമുട്ടയുടെ ആകൃതിയിൽ ഒരു വെളിച്ചം താഴേക്ക് ഇറങ്ങിയാൽ നിലത്ത് പതിച്ച വെളിച്ചല്ല, അത് വരുന്ന ആ വരവിനെ കാണുന്ന ആ നേർരേഖയിൽ കാണുന്ന ഒരു തെളിച്ചമുണ്ടല്ലോ, അതിനാ തജല്ല പറയാ. അതങ്ങ് കണ്ടോളൂ. അതിനെക്കുറിച്ച് ഇമാം ഹക്കിമിന്റെ മുസ്തദറക്കിൽ കാണാം, ഖാല റസൂലുള്ളാഹി, ഒരു മനുഷ്യ ശരീരത്തിന്റെ ചെറുവിരലിന്റെ തുമ്പത്രയോ അത്രയും അളവ് പ്രകാശം മാത്രം തുരിസീന പർവ്വതത്തിന്റെ പാറക്കെട്ടിലേക്ക് അടിച്ചപ്പോ അതിന്റെ റേഡിയോ തരംഗങ്ങളെ, അൾട്രാവയലറ്റ് കിരണങ്ങളെ പിടിച്ചു നിർത്താൻ ആ കടുപ്പമേറിയ പാറയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് പൊടിഞ്ഞു പോയി. പ്രവാചകന്മാരിലെ ചങ്കൂറ്റത്തിന്റെ പ്രതീകം ബോധം കിട്ടു. ഒരു സൃഷ്ടിക്ക് ഒരു വട്ടമേ ഉള്ളത്, സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോഴാ. ഇനി സൂറിന്റെ കാഹളമൂത്തിൽ മഹാനായ മൂസാ നബിക്ക് ബോധം കെടൽ ഉണ്ടാവില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നു. സ്വഅഖത്തിന്റെ ബോധം കടൽ ഇവിടെ ബോധം കെട്ടു. എന്നാൽ മുത്തുനബി അങ്ങനെയല്ല.
ജിബ്രീൽ കടന്നു ചെല്ലാത്ത ഏഴാനാകാശത്തിന്റെ സീമകൾക്കപ്പുറത്തേക്ക് സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രകാശത്തിന്റെ തിരതള്ളുന്ന സമുദ്രത്തിന്റെ അരികിലൂടെ വരുമ്പോ അള്ളാഹുവിനെ കാണാൻ വേണ്ടി ജിബ്രീൽ വഴിമാറി കൊടുക്കുകയാണ്. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്സിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ഉറക്കെ സല്ലല്ലാഹു. എന്നെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാലും അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലാണ്. മൂസാ നബിക്ക് കാണാൻ കിട്ടാതെ പോയ അള്ളാനെ ഉള്ളോടത്ത് പോയി കാണാൻ അള്ളാഹുവിന്റെ അതിഥിയായി ചെല്ലുമ്പോ ചെരുപ്പഴിച്ച് വെക്കണ്ട നബിയേ അങ്ങോട്ട് ചെല്ലുന്നു. അള്ളാഹുവിനെ എന്ത് കൊടുക്കാൻ കഴിയും അവിടുന്ന് പറയാൻ തുടങ്ങി. അതുവരെ പറഞ്ഞിട്ടില്ലാലും എന്നാൽ ഇനി പറയണമല്ലോ. ആ പറഞ്ഞത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ എല്ലാരും പറയണമല്ലോ. അള്ളാഹുവോട് പറയാനുള്ളത് അള്ളാഹു തന്നെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു. മുത്ത് നബി പറയാൻ തുടങ്ങി. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു എല്ലാ അനുഗ്രഹീതമായ അഭിവാദ്യമുറകളും എല്ലാ പ്രകീർത്തനങ്ങളും അല്ലാഹുവേ ഇന്ന് വരെ നിനക്കൊരു സൃഷ്ടിയും പറഞ്ഞിട്ടില്ലല്ലോ. പറയാൻ വേണ്ടി മാത്രം അവിടേക്ക് നീ വിളിച്ചില്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ അല്ലാഹു തിരിച്ചു പറയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഈ അയ്യുഹ പറയാൻ അല്ലാഹുവിന്റെ ഖുർആനിലെ 124 ആയത്തുകളിൽ 136 പ്രാവശ്യം പേര് പറഞ്ഞപ്പോൾ മൂസാ നബിയുടെ പേരിന്റെ കൂടെ ഈ അയ്യുഹയില്ല. 69 സ്ഥലത്ത് ഖുർആൻ ഇബ്രാഹിം എന്ന പേര് പറഞ്ഞോടത്ത് ഒരൊറ്റ സ്ഥലത്ത് അയ്യുഹയില്ല. മിനാ താഴ്വരയുടെ കണ്ണുനീരിന്റെ കഥനങ്ങളുടെ കഥ പറയുന്ന പൊന്നുമോനെ കിടത്തി അറക്കുന്ന നേരത്ത് റബ്ബ് കൊടുത്ത അമ്പിയാക്കളിലെ ഏറ്റവും വലിയ പരീക്ഷണം ഈ പരീക്ഷണമായിരുന്നുവെന്ന് ഖുർആൻ പറഞ്ഞ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. വല്ലാത്ത പരീക്ഷണമെന്ന് പറഞ്ഞ പരീക്ഷണം വിജയിച്ച ഇബ്രാഹിം നബിയോട് വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഖുർആൻ അവിടെ ഇബ്രാഹിം നബി പരീക്ഷണം വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞ പ്രയോഗത്തിൽ അന്ന് അല്ലാഹു വിളിച്ച വിളിയിൽ അയ്യുഹയില്ല. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നബിയേ വന്നാലും മനസ്സിലാവുന്നില്ലേ? അവസാനിപ്പിക്കാണ്. അങ്ങ് വന്നാലും ഇങ്ങനെ അണച്ചു പിടിക്കലിന് സമാനമായ ഒരു സ്നേഹത്തിന്റെ പങ്കിടൽ അള്ളാഹു അവന്റെ അഷ്റഫുൽ ഖൽഖിനോട്, അള്ളാന്റെ ഇഷ്ടം ഹബീബിനോട്, ഹബീബിന്റെ ഇഷ്ടം അള്ളാഹുവോട്, നമുക്കും വേണ്ട ഇഷ്ടം അള്ളാഹുവോട് എങ്ങനെ സാധിക്കും? നമുക്ക് അള്ളാഹുവോട് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ മുഅ്മിനല്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹയല്ലെങ്കിൽ നമ്മൾ മുഅ്മിനല്ല. ഈ പ്രിയം എങ്ങനെ സാധ്യം? അത് ഖുർആൻ തന്നെ പറഞ്ഞു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി. മുത്തുനബിയുടെ ഇത്തിബാ ഉണ്ടെങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവോടുള്ള അങ്ങോട്ടുള്ള പ്രണയം, അവിടുന്ന് തിരിച്ചുള്ള ഇങ്ങോട്ടുള്ള പ്രണയം, സ്വർഗ്ഗപ്രവേശം എല്ലാം സാധ്യം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവിനെ അനുസരിക്കാൻ മുത്തുനബി വേണം. മയ്യുതിഉർ റസൂൽ ഫഖദ് അതാഅ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ അനുകരിക്കാൻ മുത്തുനബി വേണം. അത് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിനെ അനുകരിക്കൽ സ്വലാത്തിലൂടെ അല്ലാഹ് ചെയ്യുന്നു, മലക്ക് ചെയ്യുന്നു, നിങ്ങളും ചെയ്യണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ അറിയാൻ മുത്തുനബി വേണം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വിശദീകരിക്കുന്നില്ല. അല്ലാഹു അവിടുത്തെ റുഫഖായിൽ ചേർക്കട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹുവേ, ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ദുആ വസിയത്ത് ഏൽപ്പിച്ച ആവശ്യങ്ങൾ റബ്ബേ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഹദറത്തിൽ ഞങ്ങൾ പറഞ്ഞ എല്ലാ നല്ലതിന്റെയും പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ. മരണപ്പെട്ട വല്ലുമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ആ വല്ലുമ്മാക്കും ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാ മൗതാക്കൾക്കും ഖബർ ജീവിതം സ്വർഗമാക്ക് അല്ലാ. അല്ലാഹുവേ, എല്ലാ ദോഷങ്ങളും അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, റബ്ബേ റഹ്മാനായ തമ്പുരാന്, പരിശുദ്ധ ഉംറക്കും ഹജ്ജിനും വേണ്ടി ആഗ്രഹിക്കുന്ന തയ്യാറാകുന്ന പലരുമുണ്ട്, നീ എളുപ്പമാക്ക് അല്ലാ. മനോഹരമായ ഞങ്ങളുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഈ സ്ഥാപനം എത്ര മനോഹരമായ നിർമ്മാണമായതിൻ്റെത്. എത്ര നാളുകളായി പടച്ചോനെ റബ്ബേ, ഇതിലേക്ക് ഒരുപാട് പേര് പലപ്പോഴും പലതും തന്നുകൊണ്ടേയിരിക്കുന്നു. കൊച്ചുമക്കൾ ഹാഫിളീങ്ങൾ ആമീൻ പറയുന്നു. അല്ലാഹുവേ, ഈ സ്ഥാപനം ഒരു ബറക്കത്തുള്ള സ്ഥാപനമാ. അല്ലാഹുവേ, മഹാനായ അന്തർപാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പാപന സ്മൃതിയിലാണിതുള്ളത്. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്ക് അല്ലാ. ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് പടച്ചോനെ റബ്ബേ. ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴുമുള്ള ബഹുമാന്യനായ നാസർ ഫൈസി ഉസ്താദ് അടക്കമുള്ള അസീസ് ഹാജിയെ പോലെയുള്ള സമസ്തയുടെ പ്രവർത്തകർ റബ്ബേ, ഇതിനു വേണ്ടി നടക്കുന്ന SKSF പ്രവർത്തകർ അടക്കമുള്ള എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന്റെ എല്ലാ ബറക്കാത്തും നീ എത്തിക്കണേ അല്ലാ. പുണ്യ റബീഅല്ലേ അല്ലാ, ഹബീബിന്റെ റഫഖായിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞത് മദ്ഹിന്റെ രൂപത്തിൽ നീ പരിഗണിക്കണം അല്ലാ. അതിന്റെ തവാബ് റബ്ബേ ഞങ്ങളുടെ ആയുസ്സിന്റെ അറ്റം വരെ ദുനിയാവിൽ ആസ്വദിക്കാനും ആഖിറത്തിൽ ഞങ്ങൾക്ക് വലിയ നിധിയായി ലഭിക്കാനും നീ ഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്ക് അല്ലാ. മാരക വിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. വൈറസിന്റെ വ്യാപനം, മാരക രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള വിഷമങ്ങൾ റബ്ബേ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വാഹനങ്ങളിൽ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകുക അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധം അടുപ്പിക്കുക അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കടങ്ങളുണ്ട്, നീ തന്നതാണ് കടങ്ങൾ, നീ വീട്ടിത്തരണേ അല്ലാ. പടച്ചോനെ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കൊച്ചുമക്കൾക്ക് നല്ല ഫഹ്മ് നൽകുക അല്ലാ. ഹിഫ്ള് നൽകുക അല്ലാ. അഖ്ല് നൽകുക അല്ലാ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കുടുംബങ്ങൾ എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാ. സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിമാർ, നേരത്തെ വന്നിരുന്നവർ, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകുക അല്ലാ. ഈ മജ്ലിസ് ഖായിബാവല്ല അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.